കർമ്മരംഗം ഇന്ന് പല രീതിയിലാണ്. വെറും സുഗാഡംബരങ്ങൾക്കപ്പുറം നീതി, ധർമ്മം, സത്യസന്ധത പോലുള്ള ഒരു പരിഗണനയും നൽകാത്ത ചിലരുണ്ട്. ഭൗതിക സുഗാഡംബരങ്ങൾ നൈമിഷികമാണെന്നും യഥാർത്ഥ ജീവിതം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂവെന്നും ഗ്രഹിക്കാനാവാത്ത ഭാഗ്യഹീനം. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, നന്മയുടെ ഭാഗം ശ്രദ്ധിക്കുന്നവർ, ജീവിത ക്ലേശമനുഭവിക്കുന്ന സഹജീവികളോട് കുറെയൊക്കെ കരുണയും സ്നേഹവും കാണിക്കുന്നവർ. പക്ഷേ അവരുടെ പ്രവർത്തന ലക്ഷ്യം അല്ലാഹുവിന്റെ ഇഷ്ടമോ പാരത്രിക ജീവിത വിജയമോ അല്ല, ജനങ്ങൾക്കിടയിൽ പേരും പെരുമയും ആഗ്രഹിക്കുന്നു. ശുദ്ധ റമളാൻ വിശ്വാസിയെ കർമ്മങ്ങളിൽ ജാഗ്രതയുള്ളവനാക്കി തീർക്കുന്നു. ഉദ്ദേശശുദ്ധിയിലൂടെ ഇലാഹി പ്രീതി നേടുന്നതിനായി കർമ്മങ്ങളെ ക്രമീകരിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ആത്മാർത്ഥത മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന അക്കൂട്ടർക്ക് പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനാവുന്നു. അല്ലാഹുവിന്റെ തൃപ്തിക്കായി ചെയ്ത കർമ്മങ്ങൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ, അഥവാ ഇഖ്ലാസോടുകൂടിയുള്ള ആരാധനകൾ. എത്രയോ വ്രതമനുഷ്ഠിക്കുന്നവർ വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും അവർക്ക് കരസ്ഥമാക്കാനായില്ല. എത്രയോ നമസ്കാരക്കാർ ക്ഷീണവും ഉറക്കമൊഴിയലുമല്ലാതെ വേറെ ഒന്നും അവർക്കില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കർമ്മങ്ങളിലൂടെ ഭൗതിക താൽപര്യങ്ങളിലേക്ക് കാൽ വഴുതി വീഴാതെ ജാഗ്രതയുള്ളവരാകണം. നിങ്ങളുടെ മനസ്സിലുള്ളത് അത് നിങ്ങൾ പരസ്യമാക്കിയാലും രഹസ്യമാക്കി വെച്ചാലും അല്ലാഹു അറിയുന്നുണ്ട് എന്ന ഖുർആൻ വചനം നമ്മെ നിയന്ത്രിക്കണം. ഓരോരുത്തരുടെയും ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് മുഴുവൻ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവർത്തന മണ്ഡലം ഏതുമാകട്ടെ, നമ്മുടെ മേൽ നിക്ഷിപ്തമായ കർത്തവ്യം തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുകയാണ് വേണ്ടത്. വിശുദ്ധ റമളാൻ നോമ്പുകാരനെ അതിനെ ശീലിപ്പിക്കുന്നു. യാതൊരു വക്രതയുമില്ലാതെ തികഞ്ഞ ആത്മാർത്ഥതയോടെ അല്ലാഹുവിന്റെ ആജ്ഞകൾക്ക് വിധേയരായി ജീവിക്കുവാനും നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും നിർബന്ധ ദാനകർമ്മങ്ങൾ നിർവഹിക്കുവാനും അല്ലാഹു നമ്മോട് പറയുന്നു. ലക്ഷ്യവും ഉദ്ദേശവും നല്ലതാവണം. അതിൽ ഭൗതിക അഭൗതിക വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിൽ കർമ്മഫലം ഉറപ്പാണ്. ചിലപ്പോൾ ഉടനെ തന്നെ, അല്ലെങ്കിൽ പിന്നീടെങ്കിലും. നാടുകാണാനിറങ്ങിയ ഒരു രാജാവ് വഴിയോരത്തെന്തോ നടുന്ന ഒരു വൃദ്ധനെ കണ്ടു. എന്താണ് അവിടെ ചെയ്യുന്നത്? രാജാവ് തിരക്കി. ഞാനൊരു മാവിൻ തൈ നടുകയാണെന്ന് വൃദ്ധൻ ഭവ്യതയോടെ മറുപടി പറഞ്ഞു. ഒരുപാട് കാലം കഴിയുമല്ലോ ഈ മാവ് കായ്ക്കുവാൻ, അപ്പോഴേക്കും താങ്കൾ മരണപ്പെട്ടു പോകുമല്ലോ, രാജാവ് ചോദിച്ചു. മുമ്പാരൊക്കെയോ നട്ട മാവിന്റെ പഴങ്ങളാണല്ലോ ഇപ്പോൾ നാം ഭക്ഷിക്കുന്നത്, അതുപോലെ പിന്നീട് വരുന്നവർക്ക് ഇതിൽ നിന്നെന്തെങ്കിലും ലഭിച്ചെങ്കിലോ, വൃദ്ധൻ പ്രതികരിച്ചു. രാജാവിന് വലിയ ബഹുമാനം തോന്നി ആ വൃദ്ധനോട്. കുറെ സ്വർണ്ണ നാണയങ്ങൾ രാജാവ് ആ വൃദ്ധന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. ഞാൻ നട്ട ഈ തേന്മാവിൻ തൈ എനിക്കെത്ര വേഗം ഫലം നൽകിയെന്ന് ഇപ്പോൾ അങ്ങ് കണ്ടില്ലയോ എന്നായിരുന്നു അന്നേരം ആ വൃദ്ധന്റെ പ്രതികരണം. നന്മയുടെ വഴിയിൽ പിശാചിന്റെ ചതിക്കുഴികൾ പല നിലയിലാണ്. കർമ്മങ്ങളുടെ ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയും തകർക്കലാണ് അതിലേറ്റവും അപകടകരം. നന്മയുടെ വസന്തകാലമായ വിശുദ്ധ റമളാൻ കർമ്മങ്ങളുടെ ഉയർന്ന മൂല്യം നിലനിർത്തി ജാഗ്രതയുള്ളവരാകുവാൻ നമ്മെ ശീലിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നിങ്ങളുടെ ബാഹ്യാവസ്ഥകളിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ മനസ്സുകളിലേക്കാണ് അവൻ നോക്കുന്നത്.